ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് മുയലിൻ്റെ മൂന്നാല് ബേബീസ് നമുക്കുണ്ട്. അതേപോലെ തന്നെ തീരപ്പൊടി കുഞ്ഞുങ്ങളും ഇവിടെ കുഞ്ഞുങ്ങളായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെസ്റ്റും കൂടി കാണിച്ചു തരാം. അപ്പം ഇതൊരു 4 കുട്ടികളാണ്. ഇതൊരു സെമി അഡൽട്ട് ഫീമെയിൽ, ഗ്രേ കളർ വരുന്നത്. അതേപോലെ തന്നെ വൈറ്റ് ജെയിൻറ്റിൻ്റെ മെയിലാണ് നമ്മൾ ബ്രീഡിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ 4 കുട്ടികളെ സെയിലിനായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കൊരു കുഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അഡൽട്ട് ഫീമെയിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിപ്പോൾ ഒരു ബേബീസ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബ്രീഡിങ് കേജസും കാണിച്ചു തരാം. ബ്രീഡിങ് ഫീമെയിലിനെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് കൺഫേം ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലത്തെ സെപ്പറേറ്റ് കേജസിലോട്ട് മാറ്റും. അത് ഏകദേശം 2-1.5 ഇതുള്ള കൂടുകളാണ്. അപ്പോൾ അവർ അതിന് ബ്രീഡിംഗ് ബോക്സ് നമ്മൾ കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം ഇത് ഫീമെയിൽ പ്രഗ്നൻ്റ് ആയിരുന്ന ശേഷം നമ്മൾ മാറ്റി ഇതേപോലെ ഒരു ബ്രീഡിങ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ചാടി പോകാണ്ടിരിക്കാനും അതിന് ഫീഡിങ്ങിന് സമയത്ത് ആ ഫീമെയിൽ അതിൻ്റെ മേളിൽ കയറി ഇരിക്കാൻ നേരത്ത്, ആ ബോക്സിനകത്ത് ഇരിക്കാൻ നേരത്ത് നല്ല രീതിയിൽ അതിൻ്റെ മിൽക്കിങ് എല്ലാം കിട്ടാൻ വേണ്ടിയാണ്. കുഞ്ഞിനാണെങ്കിലും നല്ല രീതിയിൽ ഫീഡ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു ബോക്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഏകദേശം 6ഓളം കുട്ടികളുണ്ട്. ഒരെണ്ണം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ബാക്കിയെല്ലാം വൈറ്റാണ് ഇറങ്ങിയിരിക്കുന്നത്. ഇതാണ് സോവിയറ്റ് ചിഞ്ചിലയുടെ ഫീമെയിലാണ്. മെയിൽ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് വൈറ്റ് ജെയിൻ്റ് ആയിരുന്നു. നമ്മൾ കുഞ്ഞുങ്ങളെ കൈകൊണ്ട് തൊടാറില്ല. മാക്സിമം കൈകൊണ്ട് തൊടാണ്ടിരിക്കാനാണ് ഏറ്റവും നല്ലത്. ചില ഫീമെയിൽ കുഞ്ഞുങ്ങളിങ്ങനെ കൈകൊണ്ട് തൊട്ടാലോ വേറെ സ്മെല്ല് വന്നാലോ അല്ല വേറെ മുയലിൻ്റെ സ്മെല്ല് വന്നാലോ അവർക്ക് ഫീഡ് ചെയ്യാണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു ഫീമെയിലാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇവരിപ്പോൾ 7 ദിവസം കഴിയുമ്പോൾ കണ്ണു തുറക്കും. അത് കഴിയുമ്പോൾ 1 മാസത്തിനകം സ്വന്തമായിട്ട് ഫീഡ് എടുക്കാറാവും. നമ്മളൊരു 2 മാസം കഴിയുമ്പോഴാണ് മദറിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ തിരിക്കാറ്. നേരത്തെ കാണിച്ച കുട്ടികൾ ഇവരുടെ തന്നെ ഇതിൻ്റെ മുമ്പത്തുണ്ടായിരുന്നുള്ള ബ്രീഡിങ്ങിനുണ്ടായിരുന്ന കുട്ടികളാണ്. അതിപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 4 മാസം പ്രായത്തിലോട്ട് അടുക്കുന്നു. ഈ 4 കുട്ടികളെയാണ് നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളത്. കേജിൻ്റെ അടിയിൽ നമ്മൾ ഈ മൂത്രമൊക്കെ കെട്ടിക്കിടന്ന് സ്മെല്ലുണ്ടാകാണ്ടിരിക്കാൻ വേണ്ടി നെറ്റ് വലിച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ആഴ്ചയൊക്കെ കൂടുമ്പം ഈ വേസ്റ്റ് അതിൽ നിന്ന് എടുക്കുകയാണ് സാധാരണ പതിവ്.